ജീൻസ് ആണെങ്കിൽ 200 രൂപ വരുന്നുള്ളൂ. ഏതെടുത്താലും 200 രൂപ ആയിട്ട് വരുന്നുണ്ടോ? ഇത് നമ്മളെ ഇമ്പോർട്ടൻ്റ് റേറ്റ്. ആ, ഇതിനെത്ര റേറ്റ് തന്നെ? 250 രൂപ. വെറും 20 രൂപ മാത്രമായിട്ടോ ഇതിനൊക്കെ വരുന്നുള്ളൂ. 20 രൂപ കേട്ടോ. ഫുള്ള് ഏതെടുത്താലും 20 രൂപ കേട്ടോ. ഉണ്ടോ? എയർപോർട്ട്, ഈ ഒരു എയർപോർട്ടിനൊക്കെ ആണെങ്കിൽ 350 ആ റേഞ്ച് വരും. വിദേശ കറൻസി മോഡലുള്ള നോട്ടുകളാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഈ ഒരു ടീഷർട്ടിനൊക്കെ എത്ര റേറ്റ്? 100 രൂപ, 200 രൂപ. ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന നോട്ടുകൾ, 1 രൂപ അങ്ങനത്തെ അല്ലേ? 20 രൂപ, 50 രൂപ അല്ലേ? പിന്നെ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂർ ഗൾഫ് മാർക്കറ്റ്, മൊബൈൽ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ മാർക്കറ്റിലാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ വെള്ളിയാഴ്ച മാർക്കറ്റാണ് നടക്കുന്നത്. ഇവിടെ ധാരാളം തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അത് മൊബൈൽ ഫോൺ കിട്ടും, മൊബൈൽ ആക്സസറീസ്, ഹെഡ്സെറ്റ്, അങ്ങനത്തെ എല്ലാത്തിനും കിട്ടും കേട്ടോ. മൊബൈലിൻ്റെ എല്ലാ പാർട്സുകളും കിട്ടും. പിന്നെ ഡ്രസ്സുകൾ കിട്ടും. ഇലക്ട്രോണിക്സിന് തന്നെ ഒരുപാട് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. അതെല്ലാം നമുക്ക് പരിചയപ്പെടാതെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഷോപ്പുകളൊക്കെ അവധിയാണെങ്കിൽ വെള്ളിയാഴ്ച മാർക്കറ്റ് മാത്രം നടത്തുന്നുള്ളൂ. അതെല്ലാം നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഇത് കറക്റ്റ് എവിടെ ഇത് വരുന്നത് വെച്ചാൽ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊന്നും വരെ, അതായത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ഒരു തിരൂർ മാർക്കറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കിടക്കട്ടെ. ഒരുപാട് ഷോപ്പുകളും കച്ചവടക്കാരൊക്കെ ഉണ്ടാക്കാം. ഇവിടെ ആണല്ലോ ഒരുപാട് തരത്തിലുള്ള കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആണെങ്കിൽ മൊബൈലിൻ്റെ പൗച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, മൊബൈൽ ആക്സസറീസ് വെക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലേ ഡ്രസ്സുകൾ, ഷർട്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെ കേട്ടോ ഇവിടെ നമ്മുടെ ഡ്രിമ്മർ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അവിടെ അധികം വെക്കുന്ന ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തുനിന്ന് കയറിയാണ്ട് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് വെച്ചൊക്കെ. ഞാൻ ഇതിന് മുന്നേ തിരൂർ മാർക്കറ്റ് വരലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ചെരുപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ധാരാളം മൊബൈൽ ആക്സസറീസ് കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ ഇവിടെ ഒരുപാട് തരത്തിലുള്ള മൊബൈൽ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ടോർച്ചിന് എത്രയാണ്? ഈ ഒരു ടോർച്ചിനാണെങ്കിൽ ഇപ്പോൾ വരുന്ന റേറ്റ് പറഞ്ഞാൽ വെറും 100 രൂപ കേട്ടോ. പിന്നെ ഇത്തരത്തിലുള്ള എയർപോർട്ടിനൊക്കെ എത്രയാണ്? എയർപോർട്ട്, ഈ ഒരു എയർപോർട്ടിനൊക്കെ ആണെങ്കിൽ 350 ആ റേഞ്ച് വരും കേട്ടോ. പിന്നെ ഇതൊക്കെ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇതിനൊക്കെ ആണെങ്കിൽ 50 രൂപ, ഇതിനൊക്കെ ആണെങ്കിൽ 50 രൂപ. പിന്നെ ഇതിന് 50 രൂപ അല്ലേ? പിന്നെ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റിലാണെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റാണെങ്കിൽ 200 അല്ലേ? പിന്നെ വാച്ച് അങ്ങനെ വരുന്നു ഇവിടെ. സ്മാർട്ട് വാച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിലും 500 രൂപ അല്ലേ? അല്ല, ബോസ് പീസ് അല്ലേ എല്ലാം വന്നിട്ടുള്ളത് കണ്ടോ, എല്ലാം ബോസ് പീസ്. പിന്നെ അങ്ങനത്തെ തരത്തിലുള്ള മൈക്ക് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു എയർപോർട്ടിനൊക്കെ എത്ര വന്ന്? 300. 6 മാസം ഗ്യാരൻറ്റിയോട് കൂടി പവർ ബാങ്കില്. ഇതിന് 600 രൂപയിലോട് റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ പവർ ബാങ്ക് കണ്ടോ അവിടെ വന്നിട്ട്. പിന്നെ ഡ്രിമ്മർ അങ്ങനെ ഇതാണ് വന്നിട്ടുള്ളത് 200. ഡ്രിമ്മറിനാണ് ഈ 200 വന്നിട്ടുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള ചാർജറുകളുണ്ട്, നമ്മൾ ചാർജർ പിന്നെ കാൽക്കുലേറ്ററുകളുണ്ട്. പിന്നെ ഓരോരോ ലൈറ്റ്, ബ്ലൂടൂത്ത് സ്പീക്കർ വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കർ ഈ ഒരു ഇത് ബ്ലൂടൂത്ത് സ്പീക്കർ അല്ലേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇതിന് എത്രയാണ്? റേഡിയനാണെങ്കിൽ 600 അല്ലേ? ഈ ഒരു സൗണ്ട് ബാറിന്, ഈ ഒരു സൗണ്ട് ബാറിനാണെങ്കിൽ 500 രൂപ അല്ലേ? കണ്ടോ, ഇതിനിപ്പോൾ 500 രൂപ വരുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള എയർപോർട്ടിനൊക്കെ ആണ് ഇതിനൊക്കെയാണെങ്കിൽ 200 അല്ലേ? ഇത്തരത്തിലുള്ള ഈ എയർപോർട്ടിനൊക്കെ ആണെങ്കിൽ 200 കാര്യങ്ങൾ. പിന്നെ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഒരുപാട് ബോസ് പീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവിടെ കാണുന്ന ഈ ബ്ലൂടൂത്ത് സ്പീക്കറിനൊക്കെ ആണ് 200, 250 അങ്ങനെ മേലോട്ട് പോലെ. പിന്നെ അത്യാവശ്യം വലിയ ബ്ലൂടൂത്ത് സ്പീക്കർ വന്നിട്ടുണ്ട്. പിന്നെ ഹോം തിയേറ്ററുകളുണ്ട്. ഹോം തിയേറ്ററുകൾ, അത് മൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇത് സോളാറിനൊക്കെ വെക്കുന്ന നമ്മുടെ സെൻസറുള്ള ലൈറ്റ് ഉണ്ടോ, അത് വന്നിട്ടുണ്ട്. പിന്നെ മെസ്സേജിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണിത്. പിന്നെ വാച്ചിൻ്റെ ഒക്കെ സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി മാറി ഉപയോഗിക്കാൻ പറ്റുന്ന വാച്ചിൻ്റെ സ്ട്രാപ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ തന്നെ ഇവിടുത്തെ മൊബൈലിൻ്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ വളരെ വിലക്കുറവ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുമോ. പിന്നെ ഇതുണ്ടോ നമ്മൾ ചാർജറും ഇടാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള കേബിള് കാര്യങ്ങളൊക്കെ. ഇതിന് എന്താ 20 രൂപ അങ്ങനെയൊക്കെ ഉണ്ട് വരുന്നത്. പിന്നെ ഹെഡ്സെറ്റ് 50 രൂപ ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഉണ്ടോ ഇത്തരത്തിലുള്ള ഊഞ്ഞാലുകളൊക്കെ അല്ലേ? ഊഞ്ഞാലിനൊക്കെ റേറ്റ് വരുന്നത് പറഞ്ഞാൽ 140 രൂപ വരുന്നുള്ളൂ കേട്ടോ. അതേമാതിരി ഇവിടെയൊക്കെ ജെൻസിൻ്റെ നല്ല അടിപൊളി ഷർട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് മോഡൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ കേട്ടോ. ഇതിനൊക്കെ ഏകദേശം റേറ്റ് വരുന്നത് പറഞ്ഞാൽ വെറും 300 രൂപ കേട്ടോ. ബ്രോ അതിനൊക്കെ 300 തന്നെയല്ലേ? എല്ലാത്തിനും 300 രൂപ കേട്ടോ ഷർട്ടിനൊക്കെ വരുന്നത്. ഒരുപാട് കളറിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഷർട്ടുകളൊക്കെ കിട്ടും. നല്ല
ഫുൾ സ്ലീവ് ഷർട്ടുകളാണ് എല്ലാം തന്നെ ഉണ്ട്. ഇതിനെല്ലാം തന്നെ 300 രൂപേനുള്ളൂ. അതേമാതിരി അവിടെ കുട്ടികളുടെ ഡ്രസ്സ് കാര്യങ്ങളുണ്ട്. അതിനുശേഷം 4 100 രൂപ അങ്ങനെയൊക്കെ വരുന്നുണ്ടോ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് ഷർട്ട് കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ജീൻസിൻ്റെ പാൻറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ജീൻസിൻ്റെ ഒരുപാട് പാൻറ്റുകൾ കാര്യങ്ങൾ. അപ്പോൾ ഈ ജീൻസിൻ്റെ പാൻറ്റിനൊക്കെ എത്രയാണ്? ജീൻസ് ആണെങ്കിൽ 200 രൂപ വരുന്നുള്ളൂ. ഏതെടുത്താലും 200 രൂപ ആയിട്ട് വരുന്നുണ്ടോ. ഇത് നമ്മളെ തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഇവർ വെള്ളിയാഴ്ച മാർക്കറ്റിൽ ഉണ്ടായാലും കണ്ടോ. ഏതെടുത്താലും 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഏതെടുത്താലും 100 രൂപ, ഏതെടുത്താലും 100 രൂപ, പാൻറ് ഏതെടുത്താലും 100 രൂപ, ഏതെടുത്താലും 100 രൂപ, ഏതെടുത്താലും 100 രൂപ, ഏതെടുത്താലും 100 രൂപ കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി അല്ല, കളർഫുൾ ക്വാളിറ്റി ഇല്ല പാൻറ്, ഏതെടുത്താലും 100 രൂപ. ബ്രോ അവിടെ ബാക്ക് കാണുന്നതിനും 200 തന്നെ, അതിനും 200 തന്നെ വന്നിട്ടുള്ളത്. ഏതെടുത്താലും 200. ഇവിടെയൊക്കെ പാൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ 200 250 ആ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ജെൻസിൻ്റെ നല്ല അടിപൊളി ടീഷർട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് തരത്തിലുള്ള ടീഷർട്ടുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ടീഷർട്ടിനൊക്കെ എത്ര റേറ്റ്? 100 രൂപ 200 രൂപ കേട്ടോ. 100 രൂപ 200 രൂപയൊക്കെയാണ് ടീഷർട്ടിന് തന്നെ. നല്ല ഫ്രണ്ടിലും ബാക്കിലൊക്കെ നല്ല പ്രിൻറ്റിംഗ് ഒക്കെ ഉള്ള മോഡൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല പ്രിൻറ്റിംഗ് ഉള്ള മോഡൽ, നല്ല ഫൈസിൽ ടീഷർട്ടുകളൊക്കെ ഏകദേശം 100 രൂപയൊക്കെ ഇതിലൊക്കെ റേറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇത്തരത്തിലുള്ള ഷോർട്സ് ഒക്കെ ഉണ്ടെന്ന്. ഷോർട്സ് ആണെങ്കിൽ ആ ഇതെങ്ങനെ? ആ റേറ്റ് എങ്ങനെ? ഇത് 150. ആ ഇത്തരത്തിലുള്ള പാൻറ് ആണെങ്കിൽ ഇപ്പോൾ 200 രൂപ അല്ലേ? കണ്ടോ നല്ല പാൻറ്റുകളാണെങ്കിൽ 200 രൂപ വരും കേട്ടോ. ഇതിൻ്റെയൊക്കെ 200 രൂപ. പിന്നെ ടീഷർട്ടുകൾ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ ഇഷ്ടം പോലെ കൂട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ 100 രൂപ മുതലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല മോഡൽ അല്ലേ, അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽസാണ് എല്ലാം വന്നിട്ടുണ്ട് കണ്ടോ. ഇതിനൊക്കെ ഏകദേശം 100 രൂപ മുതലൊക്കെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല പ്രിൻറ്റിംഗ് ഉള്ള മോഡൽ, ജേഴ്സി ക്ലോത്ത്, അങ്ങനെ പല ക്ലോത്തിനനുസരിച്ചും ചെറിയ ചെറിയ റേറ്റിലൊക്കെ മാറ്റം ഉണ്ടാവും. നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള കച്ചവടങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ചെരുപ്പുകൾ വിൽക്കുന്നുണ്ട്, പിന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കമ്മലുകൾ വിൽക്കുന്നുണ്ട്, പിന്നെ കൂളിംഗ് ഗ്ലാസ്സുകൾ, തൊപ്പികൾ, പിന്നെ കണ്ടില്ല നമ്മൾ നേരത്തെ കണ്ട മൊബൈൽ അക്സസറീസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കണ്ടോ. ഇപ്പം ഇതിനൊക്കെയാണ് റേറ്റ് എന്നിട്ടില്ലേ എന്ന് ചോദിച്ചാണെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഏകദേശം 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെ ഇട്ട് വരുന്നത് കണ്ടോ. അങ്ങനത്തെ ഇതിനൊക്കെ ആണെങ്കിൽ ഏകദേശം 50 രൂപ അങ്ങനെ വരും കേട്ടോ. കണ്ടോ ഒരുപാട് മൊബൈൽ സ്റ്റാൻഡുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ 50 രൂപ വരും. പിന്നെ മൊബൈലിൻ്റെ നല്ല ട്രൈപോഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതോട്ടെ നമ്മളിങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പല തരത്തിലുള്ള പഴയ കാലത്തെ നാണയങ്ങൾ അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോ. പഴയ 1 രൂപൻ്റെ, പിന്നെ 20 പൈസ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. 20 പൈസ 2 രൂപ അങ്ങനെയൊക്കെ പല രൂപത്തിലുള്ള പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ. ഇതൊക്കെ 2 പൈസ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ പല തരത്തിലുള്ള കാണാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ മോതിരങ്ങളിടുക പല തരത്തിലുള്ള രത്നങ്ങൾ വെച്ചിട്ടും പല മോഡൽസും കളേഴ്സിലെല്ലാം തന്നെ വരുന്നത്. പിന്നെ ഇതെല്ലാം തന്നെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണ് കണ്ടത് വന്നിട്ടുണ്ട്. പല രൂപത്തിലുള്ളതും പല വലിപ്പത്തിലുള്ള ഒക്കെ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുണ്ട് നമ്മളെ 50 പൈസ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ. ഏതൊക്കെ 50 പൈസ ഉണ്ട് കാണുന്നത്. പഴയ കാലത്ത് നമ്മൾ അധിക കാലം നാട്ടിലിരുന്നത് നിരോധിച്ചിട്ട് പിന്നെ കുറേ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഇതൊക്കെ നല്ല സർട്ടിഫിക്കറ്റ് ഉള്ളതൊക്കെ. പിന്നെ ഇതെല്ലാം നോക്കുകയാണെങ്കിലും പിന്നെ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന നോട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ ശംഖുകൾ, മോതിരത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ എന്താ വന്നിട്ടുള്ള ജസ്റ്റ് എന്ന് പറഞ്ഞില്ല. ഇത് സെപ്പറേറ്റ് വിലയുണ്ട്. അപ്പോൾ ഈ നാണയങ്ങളാണെങ്കിൽ സെപ്പറേറ്റ് വില, പഴക്കത്തിനനുസരിച്ച് റേറ്റിൽ മാറ്റം വരില്ലേ. ഇതൊക്കെ എന്ത് തരത്തിലുള്ള മുദ്രയാണ്? കല്ല് വെച്ച മുദ്രയാണിത്. ഇതെല്ലാം ഒറിജിനൽ കല്ല് വെച്ച മുദ്രല്ലേ? ഡിസൈൻ ഇതുണ്ട്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ കോയിനുകളില്ലേ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന വിദേശ കോയിനുകളൊക്കെ വന്നിട്ടുണ്ടല്ലേ. സാധാ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, വിദേശ കോയിനുകൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എന്ത് തരത്തിലുള്ള കല്ലാണ്?
ലോകത്തില് നമ്മളെ ആഭരണത്തിലൊക്കെ വെക്കാൻ പറ്റുന്ന പല തരത്തിലുള്ള കല്ലുകളാണ് കാണുന്നത്. ഇതെന്ത് സാധനം? പവിയപ്പൂറ്റേൻ്റെ മോഡലാണ് ഇത്. പിന്നെ പല രൂപത്തിലുള്ള ശംഖുകൾ ഇവിടെയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, പല വലുപ്പത്തിലുള്ള രൂപത്തിലുള്ള ശംഖുകൾ വിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എന്താ വന്നിട്ടുള്ളത്? ഇതൊക്കെ പറഞ്ഞാൽ പല തരത്തിലുള്ള കല്ലുകളാണ് മോതിരം ഉണ്ടാക്കുന്നത്. പല കളേഴ്സിലും വന്നിട്ടുണ്ട്. നമ്മളെ ഈ കല്ലിൻ്റെ ഒക്കെ പേരെന്താ ഏകദേശം പിന്നെ? പല തരം ഉണ്ടല്ലോ, പവിയം, മുത്ത് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലേ. പിന്നെ ഇതൊക്കെ എന്താ വന്നേ? കേക്ക്, ഇതൊക്കെ അതിൽ പെട്ടെന്ന് ഉണ്ടല്ലേ. അപ്പോൾ ഇതുണ്ടോ, ഞാൻ വേണമെങ്കിൽ ആളെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ട് ജസ്റ്റ് വെള്ളിയാഴ്ച മാർക്കറ്റ് വരുമ്പോൾ. നിങ്ങൾ വെള്ളിയാഴ്ച മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? ഇപ്പോൾ വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ കാണില്ല പല തരത്തിലുള്ള ഹെഡ്സെറ്റുകൾ കാര്യങ്ങളുണ്ട്. അതായത് ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് ഉണ്ട്, സാധാ ഹെഡ്സെറ്റ് ഉണ്ട്, ഒക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഏതെടുത്താലും 50 രൂപ മാത്രമേ വരുള്ളൂ. ഇനി ബ്ലൂടൂത്തിൻ്റെ എടുത്താലും പിന്നെ 50 രൂപയാണ്. സാധാ ഹെഡ്സെറ്റ് എടുത്താലും 50 രൂപയുണ്ട്. ഒരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഇതൊന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രൂപത്തിനാണ് ഇവിടെ വെച്ചിട്ടുണ്ടോ. നമ്മൾ വേറെ സ്ഥലത്തേക്ക് വന്നപ്പോൾ നമ്മളെ പഴയ കാല നോട്ടുകളും കറൻസികളല്ല ഇതെല്ലാം വന്നിട്ടുള്ളത്. ഇതിപ്പോൾ വിദേശ നോട്ടുകളൊക്കെ അത് വന്നിട്ടുണ്ട്. എല്ലാം ഇന്ത്യൻ നോട്ടുകളുണ്ട്, വിദേശ നോട്ടുകളുണ്ട്, വിദേശ നാണയങ്ങളുണ്ട്. ഇതിപ്പോൾ ഇന്ത്യയുടെ തന്നെ 1000-ന്റെ 100-ന്റെ പലതരത്തിലുള്ള കോയകൾ, നമ്മളെ 1000-ന്റെ മോഡൽ നോട്ടുകൾ വന്നിട്ടുണ്ട്. വെള്ളി നാണയം. ഇതിപ്പോൾ വെള്ളി നാണയമല്ല വന്നിട്ട്. ഇതൊക്കെ ഒറിജിനൽ ആണല്ലേ? ഒറിജിനൽ പല എത്ര രൂപ ഉണ്ട്? വിദേശിയാണ്. അപ്പോൾ ഇന്ത്യ തന്നെയാണല്ലേ? പല രാജ്യത്തിന്റെ വന്നിട്ടുണ്ട്, നമ്മളെ ഇന്ത്യൻ്റെ ഉണ്ട് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താ നമ്പറാണ് ഇത് എഴുതിച്ചിട്ടുള്ളത്? ഈ കോയിന്റെ കൊല്ലത്തിലുള്ള കണക്കുകളാണ് ഇതിൽ. ഇപ്പൊ നിങ്ങൾ ആരെയും വരികയാണെങ്കിൽ ഈ നാണയങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കും ചെയ്യല്ലോ, എല്ലാം കൊടുക്കൂലേ? ഇനി ഓരോ നാണയത്തിനും ഓരോ വില അല്ലേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഇതുണ്ട് പഴയ കാല നോട്ടുകൾ ഉണ്ട് ഇവിടെ. ഉണ്ടോ? മുൻകാലങ്ങളിലെ ഇന്ത്യയുടെ പഴയ നോട്ടുകൾ, ഇന്ത്യയുടെ പഴയ കാലത്തെ നോട്ടുകളല്ലേ? പഴയ കാലത്തെ നോട്ടുകൾ. ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന നോട്ടുകൾ. 1 രൂപ അങ്ങനത്തെ അല്ലേ? 20 രൂപ, 10 രൂപ. പിന്നെ 50 രൂപ അങ്ങനെ പല തരത്തിലുള്ള നോട്ടുകൾ കാണാൻ പറ്റും. 100-ന്റെ നോട്ട് പഴയ കാലത്തെ. ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പഴയ കാലത്ത് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്ന 100-ന്റെ നോട്ടാണല്ലോ. ഇപ്പം എത്ര വർഷമാണെന്ന് അറിയാൻ പറ്റും? വർഷം പറയാൻ അത് 62 ആ കാലഘട്ടത്തിലാണല്ലേ. പിന്നെ 10 രൂപൻ്റെ 2 രൂപ, പഴയ 10-ന്റെ നോട്ട്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന 10-ന്റെ നോട്ടുകൾ. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന നോട്ടുകളാണല്ലേ? പഴയ 500. നമ്മളെ പഴയ 500-ന്റെ നോട്ട്. ഇത് 5 രൂപൻ്റെ നോട്ട്. പഴയ 500 പഴയ ഉറുപ്പികൾ. ഈ 5 രൂപൻ്റെ നോട്ടൊക്കെ പിന്നെ അധികം ഇപ്പോൾ നമ്മളൊന്നും കാണാൻ പറ്റില്ലേ കേട്ടോ. നിങ്ങൾ വെള്ളിയാഴ്ച മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ? വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച മാർക്കറ്റ് മാത്രം ഉണ്ടാണ് കേട്ടോ ഈ നാണയങ്ങളും നോട്ടുകളൊക്കെ ഉള്ള കാണാം. ഇതൊക്കെ ഏതാണ് ഇപ്പം? ഇന്ത്യൻ്റെ നോട്ടുകളോ? ഇന്ത്യൻ്റെ 100 നോട്ട്. ഇന്ത്യൻ്റെ 100 രൂപ വില കുറവാണല്ലേ? 200 രൂപയുള്ളൂ. പിന്നെ ഇതെല്ലാം 10-ന്റെ നോട്ടുകളാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. 10-ന്റെ നോട്ടുകൾ. ഇതിപ്പോൾ ഏത് രാജ്യം? ഫോറിൻ നോട്ടുകളാണല്ലേ? വിദേശ കറൻസി മോഡലുള്ള നോട്ടുകളാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ 1000-ന്റെ ഉണ്ട്, 100-ന്റെ ഉണ്ട്, പിന്നെ 50 അങ്ങനെ ഓരോരോ രാജ്യത്തിലേക്ക് ഓരോരോ വാല്യൂ വയ്ക്കാറല്ലേ? ഓരോ രാജ്യത്തിനും ഓരോ നോട്ടിന് ഓരോ വാല്യൂ ഉണ്ട് വന്നിട്ടുള്ളത്. കണ്ടോ, പല തരത്തിലുള്ള നോട്ടുകളുണ്ട്. അപ്പം ഇനി നിങ്ങളടുത്ത് സാധനം വേണം പറഞ്ഞാൽ നിങ്ങൾ നമ്പർ കൊടുത്താലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇപ്പം ഈ കാണുന്ന എല്ലാം തന്നെ പല തരത്തിലുള്ള മൊബൈലിൻ്റെയും പൗച്ചുകളാണ്. അതായത് ബാക്ക് കവറാണ് വന്നിട്ടുള്ളത്. ഇത് ഏതെടുത്താലും ഇതിന് ഒന്നിന് വരുന്ന റേറ്റ് പറഞ്ഞാൽ 20 രൂപ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങളെ ഫോണിനനുസരിച്ചുള്ള പൗച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. അതെല്ലാം തന്നെ വരുന്നത് പറഞ്ഞാൽ റേറ്റ് പറഞ്ഞാലുണ്ട്
വെറും 20 രൂപ മാത്രമേ കേട്ടോ ഇതിനൊക്കെ വരുന്നുള്ളൂ. 20 രൂപ കേട്ടോ. ഫുള്ള് ഏതെടുത്താലും 20 രൂപ കേട്ടോ. കണ്ടോ ഒരുപാട് പൗച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം ഇവിടെ എല്ലാ തരത്തിലുള്ള ചെരുപ്പുകളുണ്ട് കണ്ടോ. കുട്ടികൾക്ക് വരുന്നുണ്ട്, ജെൻസിൻ്റെ വരുന്നുണ്ട്, ലേഡീസിൻ്റെ വരുന്നുണ്ട്, ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പിൻ്റെ ഒക്കെ റേറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവായികളാണെങ്കിൽ 100 രൂപയില്ല. അവിടെ കാണുന്ന അവായികളൊക്കെ ആണെങ്കിൽ 100 രൂപ. ഇത്തരത്തിലുള്ള ഫ്ലിപ്പ് മോഡലാണെങ്കിലോ ഇതൊക്കെ 200 രൂപ അല്ലേ. 400 MRP ഉള്ള സാധനം ഇവിടെ 200 രൂപയ്ക്ക് വിൽക്കണേ. നിങ്ങൾ വെള്ളിയാഴ്ച മാർക്കറ്റിൽ എല്ലാ ദിവസം ഉണ്ടാവില്ലേ? 250 രൂപ. ഇത് ക്രോപ്സ് ഉണ്ടോ? ക്രോപ്സിലാണെങ്കിൽ ഇതിനൊക്കെ ഇമ്പോർട്ടഡ് റേറ്റ്. ഇതിനെത്ര റേറ്റ് തന്നെ? 250 രൂപ. പിന്നെ അത്തരത്തിലുള്ള ചെരുപ്പുകൾ പറഞ്ഞാൽ പല മോഡൽസ് ഉണ്ട്. അതിനെത്ര? ക്രോപ്സ് എല്ലാം തന്നെ 250 ആണല്ലേ? 200 രൂപേൻ്റെ ഉണ്ടല്ലേ ഇവിടെ ചെരുപ്പ് നോക്കുകയാണെങ്കിൽ? പച്ച ലോക്ക്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മോഡൽ തന്നെയാണല്ലേ? 150 രൂപയ്ക്ക് ഇതാണ്. ഇങ്ങനത്തെ മോഡൽ ചെരുപ്പിനൊക്കെ വരുന്നത് 150 രൂപ. ഇവിടെ കണ്ട ബൈക്കാട്ടോ 100 രൂപ എന്ന് പറഞ്ഞു. പിന്നെ ഈ കുട്ടികൾക്ക് അങ്ങനെ ഇതൊക്കെ വെറും 150 രൂപ. പിന്നെ കുട്ടികൾക്ക് പല ടൈപ്പിലുണ്ട്. നമ്മൾക്ക് 100 രൂപേൻ്റെ ടൈപ്പിലുണ്ട്, 200 രൂപേൻ്റെ ടൈപ്പ് ഉണ്ട്, 250 ചൈനീസിന്റെ മോഡലുകൾ കുറേ ഉണ്ട്. ചൈനീസിന്റെ മോഡൽ ഇതൊക്കെ ലേഡീസിന്റെ ആണല്ലേ? ലേഡീസിന്റെ ടൈപ്പിൽ വരുന്നത്. പിന്നെ ഇതെല്ലാം പിന്നെ ജെൻസിന്റെ മോഡലാണ് വെച്ചിട്ടുള്ളത്. ലേഡീസിന് പറ്റിയ പുതിയ പുതിയ മോഡലുകളാണ്. ഇതൊക്കെ ഇപ്പോൾ 200 രൂപ അല്ലേ? പുതിയ മോഡൽ ചെരുപ്പിനൊക്കെ ഏകദേശം വേണ്ട റേറ്റ് പറഞ്ഞാൽ 200 രൂപ മാത്രം കേട്ടോ. ഉണ്ടോ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്തറുകളും വാങ്ങാൻ കിട്ടുള്ളൂ. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബോട്ടിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ബോട്ടിലേക്ക് ആക്കി തരും. നിങ്ങൾ ഏത് ഫേവർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് അത്തറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പല ഫേവറുകളും എല്ലാം തന്നെ ഉണ്ട്. ഇതെന്തൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ? ഇത് നമ്മൾ സോളിഡ് വരുന്നുണ്ട്. സോളിഡ് വൈറ്റ് ലണ്ടൻ വൈറ്റിലുണ്ട്. പിന്നെ JPJ ഉണ്ട്. പിന്നെ കുവൈറ്റ് യൂത് ഉണ്ട്. കുവൈറ്റ് യൂത് നമ്മൾ 3 വലിയ കൊടുക്കുന്ന 150 രൂപ. 12 മണിക്കൂർ ലാസ്റ്റിങ്. 12 മണിക്കൂർ ഏകദേശം കിട്ടണം. അല്ലാതെ നമ്മൾ ഒരു തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ ലാവൻഡർ ഒരു 8 മണിക്കൂർ. അതേമാതിരി തന്നെ മസ്ക് ഫ്രഷ് പിന്നെ സബായ ഉണ്ട്. കൂൾ വാട്ടർ അങ്ങനെ കുറേ വരുന്നുണ്ടല്ലോ മോഡല്. 40 ഐറ്റം അത്ര ഉണ്ട്. 40. ഇപ്പം ഇത്തരത്തിലുള്ള ചെറിയൊരു ബോട്ടിലിന് പേശം എത്ര വരും? ഇത് നമ്മൾ കൂൾ വാട്ടർ ആണെങ്കിൽ 70 രൂപ വരുന്നുണ്ട്. കൂൾ വാട്ടർ ആണ് 70. അങ്ങനെ ഓരോന്നും ഓരോരോ ഐറ്റാണ്. ഓരോ റേറ്റ് ആയിട്ട് വരും. ലാവൻഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 130 രൂപ. 130. ഇത് ഓരോ മില്ലിക്കല്ല കണക്ക്?